അപ്പോഴേ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ചിക്കൻ ദം ബിരിയാണി. ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ സൺഡേ എന്തെങ്കിലും ഇറച്ചിയ കോഴിയൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ ഏതായാലും ആ ബിരിയാണിയുടെ ആ കൊതിയും മാറും എന്ന് വെച്ച് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയില്ല, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ദം ബിരിയാണി എളുപ്പത്തിലെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാക്കുമ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതല്പം എടുക്കാം. നല്ല വിശപ്പുണ്ട്, മണി 1:30 കഴിഞ്ഞു. അപ്പോൾ അല്പം ബിരിയാണി എടുക്കട്ടെ. ബിരിയാണി എനിക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കണതിനോട് വലിയ താല്പര്യമാണ് കേട്ടോ. കടയിൽ കഴിക്കണതിനേക്കാൾ ഇഷ്ടം വീട്ടിലുണ്ടാക്കി കഴിക്കണതാണ്. അപ്പോൾ അല്പം ബിരിയാണി എടുക്കാം. പപ്പടം ഉണ്ടായില്ല കേട്ടോ. പപ്പടം ഉണ്ടാകാനുകൊണ്ട് ഞാൻ വറുത്തില്ല. പിന്നെ സാലഡ് ഉണ്ടാക്കി. സാലഡ് സവാള നന്നായിട്ട് ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി ഉടച്ചതാണ് സാലഡ്. അതാണ്. തക്കാളി ഇട്ടിട്ടില്ല. ഇങ്ങനെ എടുക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ എൻ്റെ മാങ്ങ അച്ചാറുണ്ട്, അതെളുപ്പം എടുക്കാം. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ച് കാണുമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്.